മുഹമ്മദ് അലി ജൗഹറിന്റെ പേരിൽ യുപിയിൽ റാംപൂർ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിന്റെ ഏകദേശം 38 കെട്ടിടങ്ങൾ പൊളിച്ചു കളയാനാണ്. പൊളിച്ചു കളയാൻ ഉത്തരവാദിത്വം ആരാണ്? മുഹമ്മദ് അലി ജൗഹർ. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട സന്ദർഭത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ബക്കിംഗ്ഹാം പാലസിൽ പോയി പ്രഖ്യാപിക്കാൻ, ബ്രിട്ടന്റെ രാജാവിന്റെ മുന്നിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിക്കാൻ ഈ രാജ്യം തെരഞ്ഞെടുത്ത മനുഷ്യനാണ് ആര്? മൗലാന മുഹമ്മദ് അലി. മഹാത്മാഗാന്ധി പറഞ്ഞു മുഹമ്മദ് അലി വോട്ടെ എന്നാണ് പറഞ്ഞത്. അന്ന് 32 കോടി ജനസംഖ്യ ഈ രാജ്യത്തുണ്ട്. 32 കോടി ജനസംഖ്യയുടെ പ്രതിനിധിയായി അന്ന് ബക്കിംഗ്ഹാം പാലസിൽ പോയിട്ട് മൗലാന മുഹമ്മദ് അലി പറയുന്നുണ്ട്, ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ അള്ളയും റസൂലും ഖുർആനുമാണ്, അതുപോലെ എൻ്റെ രാജ്യമാണ്, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരൂ, അല്ലെങ്കിൽ 6 അടി മണ്ണ് തരൂ. എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയില്ല എങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യത്തിൻ്റെ മയ്യത്ത് പോലും കബറടക്കാൻ പാടില്ല. മൗലാന മുഹമ്മദ് അലി ആളുകളെ പിടിച്ചു കുലുക്കി. മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. അവർക്ക് നൽകിക്കുന്ന അംഗീകാരം രാജ്യം നൽകി. അവരുടെ പേരുകൾ അവരുടെ പേരുകൾക്ക്, അവരുടെ പ്രയത്നത്തിന് പല കാലഘട്ടങ്ങളിൽ. അന്ന് മൗലാന മുഹമ്മദ് അലി മരിച്ചു. ആ യാത്രയിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം മരണപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ മയ്യത്ത് എവിടെയാണ്? മസ്ജിദുൽ അഖ്സയിലാണ്, ഫലസ്തീനിലാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യത്ത് തന്റെ മയ്യത്ത് ഖബറടക്കരുത് എന്ന് വസിയത്ത് ചെയ്ത ആളാണ്. ഈ രാജ്യത്തെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും മുഴുവൻ ആളുകളുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ രാജ്യത്തിന്റെ സ്വത്തും ഈ രാജ്യത്തിന്റെ മനുഷ്യരെയും കവർന്നെടുത്ത ലോകത്തെ നെറികെട്ടൊരു ഭരണാധികാരിയുടെ മുന്നിൽ ധൈര്യസമേതം സ്വാതന്ത്ര്യം തരൂ, ഇല്ലെങ്കിൽ 6 അടി മണ്ണ് തരൂ എന്ന് പറയാൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ.